നമസ്കാരം. പെരുമ്പാവൂർ മുൻ MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ട് 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു. ആ സ്ത്രീ ഇന്നലെ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതായത് തന്നെ എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയോടൊപ്പം 2-3 പ്രതികളായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന 2 പേരും തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് ഇവൾ പറയുന്നത്. ഇനി ആരാണ് ഇവളെന്നല്ലേ? കാരണം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ഇവളെ പറ്റിയുള്ള തട്ടിപ്പുകൾ, ഇവളൊരു വിവാഹ തട്ടിപ്പുകാരിയാണ് എന്നുള്ള വിവരങ്ങളടക്കം പുറത്തുവിട്ടത്. അന്ന് ഇവൾ ഞങ്ങളുടെ ഓഫീസ് ഫോണിലേക്ക് വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് ഓഫീസിൻ്റെ മുന്നിൽ വന്ന് സമരമിരിക്കും എന്നൊക്കെയാണ് അന്ന് ഭീഷണിപ്പെടുത്തിയത്. അതിനുശേഷം ഇവൾ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു, എനിക്കെതിരെ പരാതി കൊടുത്തു. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെ കേസൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കെതിരെ കേസെടുക്കാനായി അന്ന് ശക്തമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് ഈ എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളത് ഒരു വിരോധാഭാസവും, അദ്ദേഹത്തിന് പിന്നീട് ആ സ്ത്രീ തന്നെ ബലാത്സംഗ കേസ് കൊടുത്തു എന്നുള്ളതും ഒരു വിരോധാഭാസമാണ്. എന്തായാലും അതൊരു ബലാത്സംഗമായിരുന്നില്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ഈ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എൽദോസ് കുന്നപ്പള്ളി ഇന്ന് ഈ ഒരു പീഡനാരോപണം ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരുപക്ഷെ MLA ആയി നിയമസഭയിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കാലക്കേട് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ എൽദോസ് കുന്നപ്പള്ളി ചെയ്തതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരി, അമ്മ, മക്കൾ ഇവരൊക്കെ അനുഭവിച്ച ദുരിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ, ആ അമ്മയുടെ മാനസികാവസ്ഥ, മക്കളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ ഇവൾ നൈസിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലെത്തി എസ്കേപ്പായി എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നിയമം എന്ത് നോക്കുകുത്തിയായിട്ടാണ് നോക്കി നിൽക്കുന്നത്? ഇവളെ പിടിച്ച് അകത്തിടേണ്ടതല്ലേ? എന്തായാലും ഇവൾ ആരാണെന്ന് ഞാൻ ചെറിയൊരു സൂചന തരാം. ഇവളുടെ വീട് ആലുവ കങ്ങരപ്പടിയിലാണ് ഇവളുടെ വീട്. അന്ന് ഇവളൊരു വിവാഹം കഴിച്ചിരുന്നു. അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇരയാണല്ലോ, ഇരയുടെ പേര് പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് ഇരയുടെ പേര് പറയുന്നില്ല. അപ്പോൾ ഇവൾ ഒരു കല്യാണം കഴിച്ചിരുന്നു. അതിൽ ഇവൾക്ക് ഇപ്പോൾ ഒരു 10-16 വയസ്സായ ഒരു ചെറുക്കനുണ്ടാവും, ഒരു മകനുണ്ട്. അതിനുശേഷം ഇവൾ തിരുവനന്തപുരം മാരായമുട്ടത്ത് നിന്ന് ഇവളൊരു വിവാഹം കഴിച്ചു. തിരുവനന്തപുരത്ത് തന്നെ പേട്ടയിൽ നിന്നൊരു വിവാഹം കഴിച്ചു. പിന്നെ ഫറോക്കിൽ നിന്നൊരു വിവാഹം കഴിച്ചു. പിന്നെ 5 വിവാഹം കഴിച്ചതായിട്ടുള്ള രേഖകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കാരണം നിയമ നടപടികളുമായിട്ട് ഇവൾ പോവുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് വയ്ക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഈ രേഖകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ 4 വിവാഹങ്ങൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 4 വിവാഹങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ 4 വിവാഹങ്ങൾ ഏറ്റവും രസം, ഈ പേട്ടയിൽ നിന്ന് വിവാഹം കഴിച്ച ആ പയ്യൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി താമസിക്കുകയായിരുന്നു ഇവൾ. അതേസമയം തന്നെ ഫറോക്കിൽ നിന്നൊരു വിവാഹം കഴിച്ച് ആ വീട്ടിലും അതിക്രമിച്ചു കയറി താമസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നിയമത്തിൻ്റെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു അധിക പരിരക്ഷയെ ഇവളൊക്കെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം. ഈ പേട്ടയിൽ നിന്ന് വിവാഹം കഴിച്ച പയ്യൻ്റെ വീട്ടുകാരുമായി കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോഴാണ് ഇവൾ മാധ്യമത്തിലൂടെ പരസ്യം നൽകിയോ മറ്റോ കോഴിക്കോട് ഫറോക്കിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളായിരുന്നു. ഈ വിവാഹം കഴിച്ചതാണ് ഏറ്റവും രസം. എന്നാൽ ഈ മരക്കിഴങ്ങന്മാർ മനസ്സിലാക്കണ്ടേ, ഏതെങ്കിലും ഒരുത്തി വന്നിട്ട് ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവളുടെ വീടിനെക്കുറിച്ചോ അവളുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയണ്ടേ. പക്ഷേ ഇവള് എല്ലാവരോടും പറഞ്ഞ് ഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കറവ് പശുവാണ് ഞാൻ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. എൻ്റെ കാര്യത്തിലൊന്നും വീട്ടുകാർക്ക് ശ്രദ്ധയില്ല എന്നൊക്കെയാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. എന്തായാലും ആ വിവാഹം നടന്നത് മൂകാംബിക വെച്ചാണ്. മൂകാംബികയിൽ നിന്ന് ഈ ഫറോക്കിലുള്ള അദ്ദേഹം തൻ്റെ ബന്ധുജനങ്ങളെയെല്ലാം കൂട്ടി പോവുകയാണ്. ഈ ബസ് 1-2 ബസ്സിലാണ് പോയത്. ആ ചിത്രങ്ങളടക്കം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് തർക്കിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. എന്തായാലും ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവളൊരു വിവാഹ തട്ടിപ്പുകാരി എന്നാണെന്നുള്ള കാര്യം ഇദ്ദേഹം അറിയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ ഇവൾ കേസ് കൊടുത്തു, ഇവൾക്കെതിരെ മക്കൾ കേസ് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ ഇവൾ കത്തിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നെ തിരുവനന്തപുരത്ത് മാറനല്ലൂരിൽ വെച്ച് ഇവൾ ഒരു വിവാഹം കഴിച്ചു. അവിടെയും ഇവൾക്കൊരു കുട്ടിയുണ്ട്. അതിൽ നിന്ന് ഇവൾക്ക് പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെട്ടത് 20 പവൻ്റെ സ്വർണവും 2 ലക്ഷം രൂപയോ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അവർ ആ പണം കൊടുത്തു, ആ പണവും സ്വർണവും കൊടുത്തു. പക്ഷേ അവിടെ CCTV ക്യാമറ ഉള്ള കാര്യം ഇവൾ അറിഞ്ഞിരുന്നില്ല. ആ ദൃശ്യങ്ങളടക്കം എല്ലാവരും കണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരിയാണ് ഈ എൽദോസ് കുന്നപ്പള്ളിയെയും വലയിൽ വീഴ്ത്തിയിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഇവളെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എനിക്കെതിരെ കേസെടുക്കാനായി ഇവൾ
ഇവൾക്ക് വേണ്ടി സമ്മർദ്ദപ്പെടുത്തിയത് എൽദോസ് കുന്നപ്പള്ളിയാണ്. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം കൊണ്ടോ അല്ലെങ്കിൽ ഇനി CPM-കാർ വിലക്കെടുത്താണെന്നൊക്കെ പറയുന്നു. എന്തായാലും അങ്ങനെ ഒരു വിഷയമുണ്ടായത്. ഇനി ഇവൾ കോൺഗ്രസ് പാർട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അത് മാത്രമല്ല വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൾ പലയിടങ്ങളിലും പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുടെ പകർപ്പുകളും എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഇവൾ അവിടെ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവളുടെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഞങ്ങൾക്കെതിരെ, ഞാൻ ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാർ സാർ, അങ്ങനെയുള്ള ഒരു 3-4 പേർക്കെതിരെ എൽദോസ് കുന്നപ്പള്ളി, അങ്ങനെ ഒരു 3-4 പേർക്കെതിരെ ഇവൾ കോവളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അവിടെയും ഞാൻ പോയി മൊഴി കൊടുത്തു. ഈ രേഖകളെല്ലാം കൃത്യമായി ഉണ്ട്. പക്ഷേ ഇനി അവളുടെ ഒരു ലക്ഷ്യം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നു, ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എവിടെയെങ്കിലും കയറിപ്പറ്റാം എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇവൾ കോൺഗ്രസ് നേതാക്കളുമായോ ഈ കോൺഗ്രസ് പാർട്ടിയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടാക്കുകയോ പൊതുവേദികളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടോ പ്രവർത്തകയായിട്ടോ പ്രത്യക്ഷപ്പെടുകയോ ചെയ്താൽ ഇവളുടെ ആദ്യം മുതലുള്ള ഇത്തരം ഈ വിവാഹ തട്ടിപ്പുകളെല്ലാം പുറത്തു വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവളെ പോലെയുള്ള അവതാരങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളി പഠിച്ചു. അന്ന് അദ്ദേഹം ഈ കുഴിയിൽ പോയി ചാടാതിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് MLA ആയി നിയമസഭയിൽ ഇരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. ഇതൊക്കെ ഒരു പാഠമായി കണ്ട് ഇത്തരം അവതാരങ്ങളെ അകറ്റി നിർത്തിയില്ലെങ്കിൽ മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന് സംഭവിച്ച അതേ രീതി തന്നെ ഇവിടെ ഉണ്ടാകും. കാരണം CPM ഒരിക്കൽ പയറ്റി വിജയിച്ച തന്ത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത്. പെണ്ണ് കേസുകൾ ഉയർത്തി ആ തന്ത്രം CPM ഇനിയും പയറ്റും. കാരണം അന്തം വിട്ടു നിൽക്കുകയാണ് CPM. അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യുമെന്നാണ് ചൊല്ല്. അതുകൊണ്ട് ഇത്തരം അവതാരങ്ങളെ അകറ്റി നിർത്തുക തന്നെ വേണം.